ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും ഒരു ട്രെയിലർ ഡീകോഡി വീഡിയോ സാർ. അപ്പോൾ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വിജയ് മേനോൻ ആസിഫ് അലി കൂട്ടിൽ വരുന്ന തലവൻ എന്ന് പറഞ്ഞ മൂവി ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഡീകോഡിങ് ആയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ജിസ് ജോയാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തത്. അദ്ദേഹം തന്നെ തിരക്കഥ, അരുണാണ് ഇതിൻ്റെ നിർമ്മാണം. അപ്പോൾ ഇതിൻ്റെ കാസ്റ്റ് നോക്കിയപ്പോൾ ട്രെയിലർ കാണിച്ചിട്ടുള്ള വ്യക്തി വന്ന ആസിഫ് അലി, അതുപോലെ തന്നെ വിജയ് മേനോൻ, മിയ ജോർജ്, അനുശ്രീ, ദിനേഷ് പോത്തൻ തുടങ്ങിയ ഒരുപാട് താരം ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രഞ്ജിത്ത്. അപ്പോൾ എന്താ പറയുക, തലവനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് ഓരോ പോസ്റ്റർ കണ്ടാൽ തന്നെ മനസ്സിലാവും. മുന്നോട്ട് ടീച്ചർ വന്നിരുന്നു, രണ്ടുപേരും തമ്മിലൊരു ഈഗോ ക്ലാഷോ കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാനാണ് ഈ സെഷനിൽ തലവൻ, അല്ലെങ്കിൽ എന്താ പറയുക CHO എന്നിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ട്രെയിലർ ഉടനീളമായിട്ട് കാണിക്കുമ്പോൾ തന്നെ ഇതിനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് തുടക്കം എന്ന ക്വാളിറ്റിയുള്ള ട്രെയിലർ തന്നെയാണ് ഉദ്ദേശിച്ചുള്ളത്. കാരണം അതിൻ്റെ അരുൺ നാരായണെന്ന് പറയുന്ന ചെറിയ ക്യാപ്ഷൻ കാണിച്ചിട്ട് നമ്മുടെ വിജയ് മേനോൻ ഇൻട്രോ സീൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആളെ സ്പേസിൻ്റെ അടുത്ത് ചെറിയ പേര് കൊടുക്കുന്നു. അത് നമ്മുടെ ആസിഫ് അലി കാണിക്കുന്നുണ്ട്. ആസിഫ് അലി കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പല മൊത്തം നവരസങ്ങൾ തന്നെയാണ് ട്രെയിലർ തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂമൻ പോലെ തന്നെ ആസിഫിൽ വ്യത്യസ്തമായിട്ടുള്ള ഇമോഷൻസ് ആണെങ്കിലും, അതുപോലെ തന്നെ ഒരു സംഘർഷമായിട്ടുള്ള പ്രയാസങ്ങളുള്ള ഭാഗങ്ങളൊക്കെ ആണെങ്കിലും എന്തായാലും തലകളിൽ കാണുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ പറയുന്നുണ്ട്, നമുക്കൊരു ഇന്ന് പറയേണ്ട പഴയൊരു കേസ് പറഞ്ഞാലെന്ന് നോക്കുന്നുണ്ട്. അതിൽ നിന്ന് വ്യക്തമാണ്, ഒരു യുഗ ക്ലാഷിന് പുറമെ നല്ലതായിട്ടൊരു ത്രില്ലറും അല്ലെങ്കിൽ ഒരു അന്വേഷണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ചിത്രം തന്നെയായിരിക്കും തലവെന്നൊക്കെ, അത് യാതൊരു സംശയമില്ല. അതിൻ്റെ ഇടയിലേക്ക് ഈ രണ്ട് പോലീസുകാർ രണ്ടുപേരും ഇരട്ട പറ്റാനായിട്ട് അവസാനം പറയുന്നുണ്ട്. അന്നേരം ഒരുമിച്ച് നടന്നു വരവും കാണിക്കുന്നുണ്ട്. രണ്ടുപേരും എന്താ പറയുക, ഒരേപോലെ തന്നെ രണ്ടും ക്രിമിനൽസ് എന്ന് പറയുന്നുണ്ട്. അതായത് എന്താ പറയുക, കുറ്റവാളി യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ ഇടിച്ച് പിഴിയുന്നൊരവസ്ഥയാണ് അതിൽ കാണിച്ചത് രണ്ട് വ്യക്തിക്കാണെങ്കിലും. അപ്പോൾ ആ ഒരു പവറും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറും ഒരു ചൂടൻ കഥാപാത്രം തന്നെയായിരിക്കും രണ്ട് വ്യക്തികളും. അപ്പോൾ ഈ രണ്ട് വ്യക്തികളും ഒരേ സെഷനിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം തലവലിന് ഒരു പക്ഷേ കഥയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇതിൽ ആസിഫിൽ എന്ന് പറയുമ്പോൾ ആസിഫിലൂടെ എന്താ പറയുക, ആസിഫിലെ കഥാപാത്രം ഒരുപാട് ട്രാൻസ്ലേറ്റ് കഥാപാത്രം തന്നെയാണ്. ബിജുവിന് ചോദിക്കുന്നുണ്ട് എത്ര വർഷമായി സർവീസിൽ എത്തിയിട്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആസിഫ് ഒരു 1.5 വർഷമായിട്ടുള്ളൂ. അതിനിടയ്ക്ക് 5 ട്രാൻസ്ഫർ എന്ന് പറയുന്നുണ്ട്. എന്ത് പാടവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ആസിഫിൽ എന്താ പറയുക, അത്രയേറെ ബോൾഡായിട്ട് അല്ലെങ്കിൽ ഒരു ക്രൂരമായിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയില്ലാത്തുള്ള കഥാപാത്രം തന്നെയായിരിക്കും. അതായത് ഒരു പ്രായത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പോലീസുകാരൻ്റെ ഒരു പക്വതയില്ലായ്മ ഇവിടെ കടന്നു പോകുമ്പോൾ ഉള്ളതായിരിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് അവസാനമായിട്ട് പറയുന്നുണ്ട് ആ പ്രതി എവിടെയെന്ന്. അപ്പോൾ എനിക്കൊന്നൊരു പക്ഷേ ആസിഫ് അലി ആയിരിക്കാം ആ പ്രതിയെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ സ്റ്റേഷനിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ടാവും. സാർ മര്യാദ സംസാരിക്കണമെന്ന് ആസിഫ് അലി ബിജു മേനോൻ ചോദിക്കുന്നുണ്ട്, ഭാവമായി കാണിക്കുന്നുണ്ട്. അതൊക്കെ പടത്തിനൊരു നിർണായകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പിന്നീട് അവരന്വേഷിച്ചിട്ടുള്ള അന്വേഷണമൊക്കെ മുന്നോട്ട് പോകുന്നു തോന്നുന്നു, കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ മിയ ജോർജ് ഒരു വയ്യാത്തൊരു കഥാപാത്രമായിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്. കാരണം ആ ട്രെയിലറിൽ തന്നെ ചെറിയ ഷോട്ടിൽ തന്നെ അവരെ കാല് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നുണ്ട്. അവിടെ മിയയുടെയും മികച്ചൊരു പ്രകടനം കാണാൻ സാധിക്കുന്നതായിരിക്കാം. അനുശ്രീ പഴയ പോലെ തന്നെ ഒരു ദാരിദ്ര്യമുള്ള കഥാപാത്രമാണെന്ന് തോന്നുന്നു ഇതിൽ കാണിച്ചിട്ടുള്ള ഒരു കേസിലൊക്കെ പെടുന്നു. സാർ എനിക്കും ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. ആസിഫിലൂടെ ആയിരിക്കാം ഒരു കാര്യം പറയുന്നുണ്ടാവുക. പിന്നെ കോട്ടയം നസീറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കോട്ടയം നസീറിനോട് ആസിഫിൽ പോകുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട്. കയറുമോനെ ഇടിച്ചതിനെ പിഴിയെന്ന് പറയുന്നുണ്ട്, കേരള വണ്ടിയിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ പടത്തിൻ്റെ ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളായിരിക്കും. കടന്നു പോകുന്ന ഭാഗങ്ങളൊക്കെ ആയിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഒരു കോമഡി അതുപോലെ തന്നെ ആ ഒരു ഫീൽ ഗുഡ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഇട്ട് ജസ്റ്റ് ഒരു ത്രില്ലറിലേക്ക് എത്തുമ്പോൾ എത്രമാത്രം വിജയിക്കുമെന്ന് നമുക്ക് കണ്ട് തന്നെ സാധിക്കാം. എങ്കിലും വളരെ നല്ല ക്വാളിറ്റിയുള്ള ട്രെയിലർ തന്നെയായിരുന്നു. ഏകദേശം 2 മിനിറ്റും 30 സെക്കൻഡാണ് ട്രെയിലർ ഉണ്ടാകുന്നതെങ്കിൽ പോലും അതീവ ഒരു ക്വാളിറ്റി ട്രെയിലർ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. എന്താ പറയുക, അതിൻ്റെ ഒരു എടുപ്പ് ഒരു പക്ഷേ തിയേറ്ററിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നല്ലൊരു വലിയ വിജയം തന്നെയായിരിക്കും ആസിഫ് അലിക്ക് സമ്മാനിക്കുന്നുണ്ടാവുക. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ടൈമിലൊരു വിജയം കിട്ടിയേ സാധിക്കുള്ളൂ. കാരണം അതാണ് ആസിഫിൻ്റെ പോക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും തലവൻ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മെയ് 24-ാം തീയതിയാണ്. അപ്പോൾ ആരൊക്കെയാണ് തലവന് വേണ്ടി വെയിറ്റിംഗ് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെയും പോയിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.